എങ്ങനെ ഞാൻ അഭിനയിക്കുന്നൊന്നുമില്ല. അതിനകത്തൊന്നുമില്ല ഭംഗിയില്ല ഏട്ടാ എന്നെ കാണാന്. ഭംഗിയൊന്നും വേണ്ട, അഭിനയിച്ചാ പോരെ. ഞാൻ അഭിനയിക്കുന്നില്ല. അതെ ഞാൻ ഇല്ല. എന്റെ നമ്പറിൽ ആണോ? നമസ്കാരം സുഹൃത്തുക്കളെ, കുറച്ച് ദിവസമായിട്ട് എന്താ പറയാ കല്യാണം അതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു. ഇതിന്റെ മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ജസ്നയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോൾ റെക്കോർഡിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറയാ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നേ. അപ്പൊ അതിനെക്കുറിച്ച് ആ കോൾ റെക്കോർഡ് നമുക്കാണ് പുറത്ത് വിടാം. എന്തായാലും നമ്മളുടെ വോയിസ് ഒക്കെ ഇതിന് മുൻപ് ജസ്നയും പുറത്ത് വിട്ടിട്ടുണ്ടല്ലോ. അന്ന് ഞാൻ ജസ്നയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിന്നെ കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെ നിന്നെ കല്ലെറിയുന്ന ഒരു ദിവസം വരും എന്നുള്ളത്. ആ ദിവസമാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റുള്ള ആളുകളോട് പറയാനുള്ളത്, ഇവളെ ഒരു സമുദായത്തിന്റെ പേരിൽ നിങ്ങൾ ആക്രമിക്കുമ്പോൾ ആ ആക്രമണത്തിൽ അവരുടെ കൂട്ടുപിടിക്കാൻ അല്ലെങ്കിൽ ജസ്നയെ കൂട്ടുപിടിക്കാൻ ഒരു മുസ്ലിമും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് കൂടെ ഞാൻ സംഘികളെ ഓർമ്മിപ്പിക്കാണ്. പിന്നെ ഇവളെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെടുത്ത പ്രയത്നം എന്ന് പറയുന്നത് അതിൽ സംഖ്യകൾ പെടും. അപ്പൊ നിങ്ങളോട് ചെറിയ ഒരു മതിപ്പുണ്ട്, അതിന് നിങ്ങളോട് ഒരു നന്ദി കൂടെ പറയാണ്. എന്തായാലും ജസ്ന ആദ്യം ന്യൂസ് 18 കൊടുത്ത ആ ഇന്റർവ്യൂവിൽ പറയുന്ന ആ ഭാഗം കണ്ടിട്ട് എന്താണ് അവിടെ ചോദിക്കുന്നത്, കുളിക്കാണെന്നാണോ, ഇത്ര നേരം കുളിയാണ് എന്നാണോ, അതോ കുളി കാണണം എന്നാണോ പറഞ്ഞത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ കോൾ റെക്കോർഡിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ആദ്യം ജസ്നാന്റെ ആ ഇന്റർവ്യൂവിന്റെ ഭാഗം ഒന്ന് കാണാം. ഈ താങ്കളുമായിട്ട് ബന്ധപ്പെടുന്ന ചില വ്യവസായ പ്രമുഖരെയൊക്കെ വെച്ചും സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പ്രചരണം നടത്തുന്നു. അവരുടെ എന്തോ ഓഡിയോ പുറത്തുണ്ടോ, ഓഡിയോ ഉള്ളവർ അയച്ചു തരിക എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാല് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തതാണ്. അതെന്റെ ഒരു സുഹൃത്ത് അവന്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റൂല. അപ്പം ഇവന് നിർബന്ധിച്ചു. അപ്പം ഇവനോട് എനിക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയാനും പറ്റൂല. അപ്പം ഞാൻ എന്താക്കി, ഈ ഒരു വോയിസ് അല്ലെങ്കിൽ ഈ കോള് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തു. ഞാൻ റെക്കോർഡ് ചെയ്തത് ഇവൻ അയച്ചു കൊടുക്കാനാണ്. അപ്പം അതിൽ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിന്നെ എത്ര നേരമായി വിളിക്കുന്നു, നീ എവിടെ കഴിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുളിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും നേരം കുളിയോ, നാ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പം ജസ്ന ഇത്രയും നേരം കുളിയോ എന്നാ അതൊന്ന് കാണണല്ലോ എന്നാണോ അതിൽ പറഞ്ഞത്, കുളി ഒന്ന് കാണണം എന്നാണോ പറഞ്ഞത്? എന്തായാലും അപ്പുറത്തുള്ള ആളെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇതിൽ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക ആ വ്യവസായ പ്രമുഖന് ആരാണ് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയാവുന്നതാണ് ആള് ആരാണ് എന്നുള്ളത്. കാരണം ഇപ്പോൾ ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. വീണ്ടും അയാളെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിഴക്കാൻ ഞാൻ എന്ത് ചെയ്യണില്ല, താല്പര്യപ്പെടുന്നില്ല. എന്തായാലും ജസ്ന നമുക്ക് ആ കോൾ റെക്കോർഡ് ഒന്ന് കേൾക്കുക. ഫുള്ളായിട്ട് ഞാൻ വിടുന്നുണ്ട്. പിന്നെ ഈ പറയപ്പെട്ട ആ ഒരു ഭാഗം അത് പ്രത്യേകം നമ്മൾ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തും നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നുണ്ട്. എന്തായാലും ഒന്ന് കേട്ടോക്കെ. ഞാൻ വിളിച്ചിട്ട് ഏട്ടൻ ഫോൺ എടുക്കാനിട്ടാ. ഞാൻ വിളിച്ചാ കിട്ടുന്നില്ല, രണ്ടാളും വിളിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാ? അല്ല ഏട്ടൻ വിളിച്ചപ്പോ ഞാൻ കുളിക്കുകയും കേട്ടാ, അതുകൊണ്ടാ. എപ്പോഴും കുളിയല്ല, കുളിയൊന്നും കാണുന്നില്ല, എന്തൊന്നായത്? എത്ര നേരാ കുളിക്കുന്നത്? അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കല്ലേ. ആ പറയപ്പെട്ട ആ ഒരു ഭാഗം ഈ പറഞ്ഞ ജസ്റ്റിനെ പറഞ്ഞതും പറയുന്നുണ്ട്, അതിന്റെ മുൻപ് പറയുന്നത് എന്താണ് എന്നുള്ളത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഒരു 2-3 പ്രാവശ്യം കൂടെ സ്ലോ ആയിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടെ കേട്ടോ. അല്ല ഏട്ടൻ വിളിച്ചപ്പോ ഞാൻ കുളിക്കുകയും കേട്ടാ, അതുകൊണ്ടാ. എപ്പോഴും കുളിയല്ല, കുളിയൊന്നും കാണുന്നില്ല, എന്തൊന്നും കുളിയല്ല, കുളിയൊന്നും കാണുന്നില്ല, കുളിയൊന്നും കാണുന്നില്ല. അപ്പൊ അതിലെന്താ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? നിന്റെ കുളി ഒന്ന് കാണണമല്ലോ. അതാണ് വളരെ കൃത്യമായിട്ട് ആ വ്യവസായ പ്രമുഖന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് എപ്പോഴും കുളിയാണോ, നിന്റെ കുളി ഒന്ന് കാണണല്ലോ എന്ന്. ഇന്ന ജസ്ന പറഞ്ഞത് എന്താണ്? ജസ്ന പറഞ്ഞത് ഇത്ര നേരം കുളിയോ എന്നുള്ളതാണ് ചോദിച്ചു എന്നാണ് ജസ്ന പറഞ്ഞത്. എന്തായാലും അതിന്റെ ബാക്കി കോൾ റെക്കോർഡൂടെ നമ്മൾ വിടുന്നുണ്ട്. അപ്പൊ അതിൽ ഈ പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. അതുകൂടെ കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തായാലും അതുകൂടെ ഒന്ന് കേട്ടോക്കെ. കുളിയൊന്നും കാണുന്നില്ല, എന്തൊന്നായത്? എത്ര നേരാ കുളിക്കുന്നത്? എത്ര നേരം കുളിക്കും? അല്ല ഞാൻ തിരിച്ചു വിളിച്ചു, അപ്പൊ ഏട്ടൻ ബിസിയാ, പിന്നെ ഏട്ടൻ ഫോൺ എടുത്തില്ല.
എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എന്നെ കാണണല്ലോ. ഏട്ടൻ എവിടെയുള്ളേ? ആ മദ്രാസില്. ഞാൻ ചോദിച്ചു നാട്ടിലുണ്ടായിക്കൂന്ന്. ഈ തിരുവനന്തപുരം പോയി. ആണോ? കോഴിക്കോടേക്കൊന്നും വരുന്നില്ല? കാണാം. കോഴിക്കോടേക്ക് ഒന്നും വരുന്നില്ല? കോഴിക്കോട് വന്ന് പിന്നെ വിളിക്കാൻ. ആണോ? പിന്നെ കാണാം നമുക്ക്. പിന്നുണ്ടല്ലോ ഏട്ടാ, ഏട്ടന് ഇപ്പൊ എന്താ സിനിമന്റെ പരിപാടിയൊന്നുമില്ല? ഇതിന്റെ പരിപാടിയൊന്നും ഇല്ലേന്ന് ചോദിച്ചതാ. പരിപാടി സിനിമന്റെ എന്തോ പ്രൊഡ്യൂസർ എങ്ങാനല്ല ഇങ്ങോ? സിനിമന്റെ എന്തോ പ്രൊഡ്യൂസർ അല്ല ഇങ്ങോ ഏട്ടന്? എങ്ങനാ? ക്ലിന്റിന്റെ അല്ലേ? ആ സിനിമ ഫീൽഡ്. അതെ അതെ അതെ, അതെല്ലാം ഉണ്ട്, അതെല്ലാം നടക്കുന്നുണ്ട്. ആണോ? എന്റെ അടുത്ത് ഏട്ടാ ഒരാൾ എങ്ങനെ ഞാൻ അഭിനയിക്കുന്നൊന്നുമില്ല. അതിനകത്തൊന്നുള്ള ഭംഗിയില്ല ഏട്ടാ എന്നെ കാണാന്. ഭംഗിയൊന്നും വേണ്ട, അഭിനയിച്ചാ പോയി. ഞാൻ അഭിനയിക്കുന്നില്ല. അതെ ഞാൻ ഇല്ല. എന്റെ നമ്പർ ഇങ്ങനെ സിനിമയില്ല. ആണോ? അല്ല, എന്നോട് ഒരാളേട്ടാ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനോട് ഒരു കഥ കേൾക്കുമെന്ന്. ഏട്ടനെന്തോട് കേൾക്കുമോ? അതൊന്നും ഞാൾക്കൊന്നും വേണ്ട കേട്ടോ, വേണ്ടാത്ത കാര്യം. അല്ല, ആരാന്നറിയോ ഏട്ടാ? പിന്നെ ഞാൻ ഏട്ടനോട് ഇതിനു മുമ്പ് പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റിൽ എനിക്ക് കണ്ണനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചൊരു ആളെ പറ്റി വരയ്ക്കാനും ഓരോരോ കാര്യമൊക്കെ പറഞ്ഞീനു. അന്നപ്പോ അവരെനിക്ക് അത്രയും ഒരു ഉപകാരം ചെയ്തിട്ട് ഏട്ടനോട് ഇങ്ങനെ ചോദിക്കുമോന്ന് ചോദിക്കുമ്പോ അതിന്റെ ഉപകാരം ചെയ്താൽ ഞാൻ അവര് ഉപകാരം ചെയ്തതിന് അവര് 4 ഇരട്ടി ഇതല്ലേ ചോദിക്കുന്നത്. അതൊന്നും നമുക്ക് പറ്റൂല. അതുകൊണ്ടാ പറഞ്ഞു. അല്ല, എനിക്കൊന്നും അറിയില്ല, വരയ്ക്കാനൊന്നും അറിയില്ലല്ലോ. അല്ല, അവര് പെയിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ആണോ? ഫ്രീ ആയിട്ട് വിളിക്കാം. ഓ ആയിക്കോട്ടെ ഏട്ടനെ, എന്നാ ശരി. ഓ ഏതാ ജസ്ന, തേനും പാലും വെണ്ണയും ഇങ്ങനെ ഒലിപ്പിക്കാണ്. 19 വയസ്സായ ഒരു വ്യവസായ പ്രമുഖന്, സിനിമ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരാളുടെ തേനും പാലും ഒലിപ്പിച്ചുള്ള ഒരു വർത്താനം. ഞാൻ അത്ര ചെറുക്കുന്നില്ലല്ലോ ഏട്ടാ, കച്ചി കള്ളി. എന്തായാലും ആ ഒലിപ്പിക്കലൊക്കെ ഒരു 1.5 ഒലിപ്പിക്കലാണ്. പിന്നെ ജസ്റ്റ് ഞാൻ നിന്നോട് പറയാനുള്ളത്, ഈ ഒരു കോൾ റെക്കോർഡ് എന്റെ കയ്യിൽ എത്തിയിട്ട് ഒരുപാട് മുൻപ് ഈ കോൾ റെക്കോർഡ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് തന്നിട്ടുള്ളതും ആരാണ്? ഞാൻ മുൻപ് നിന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, നിന്റെ ഓരോ ഡീറ്റെയിൽസുകളും എന്റെ കയ്യിൽ എത്തിച്ചു തരുന്നത് ഈ പറയുന്ന BJPയിൽ, RSSൽ, സംഘപരിവാറിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളുമാണ്. കാരണം അന്ന് മുതലേ അവർ നിനക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞാണ്, 1 വർഷം മുൻപൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞാണ്, 2024 ഞാൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, അന്നെ ഈ പറയുന്ന ആളുകൾ തന്നെ കല്ലെറിയുന്ന ഒരു ദിവസം വരുന്നുള്ളത്. ഈ പറയുന്ന ആളുകൾ, നിന്നെ താങ്ങി നടന്നിരുന്ന ആളുകൾ തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്റെ ഓരോ ഡീറ്റെയിൽസുകളും എത്തിച്ചു തരുന്നത്. ഈ കോൾ റെക്കോർഡ് എത്തിച്ചു തന്നിട്ടുള്ളതും അതുപോലെ BJPയിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൂടെ ഈ മനസ്സിലാക്കുക. കാരണം അന്നെ സപ്പോർട്ട് ചെയ്യാനല്ല ഇവരൊന്നും ശ്രമിക്കുന്നത്, അന്നെ ഇല്ലാതാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? കണ്ണനെ വരച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആളുകളെ കയ്യിലെടുത്ത് ബിസിനസ്, പക്ക ബിസിനസ്. അതിനു വേണ്ടിയിട്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവിടെ ക്ഷേത്രനടയിൽ പോയിങ്ങാണ്ട് എന്താ പറയാ, കണ്ണന് മാല ഇട്ടുകൊടുത്തിരുന്നതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിനെതിരെ ആരാണ് കേസ് കൊടുത്തത്? ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ട BJPയിൽപ്പെട്ട ആളുകൾ തന്നെയല്ല എനിക്കെതിരെ കേസ് കൊടുത്തത്, അല്ലാതെ മുസ്ലിങ്ങൾ ആരും അല്ലല്ലോ എനിക്കെതിരെ കേസ് കൊടുത്തത്. ആ വിഷയത്തിൽ ഞാൻ അന്നേ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്തെന്നറിയോ? ഇവൾക്കെതിരെ നിയമപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത് ഇതിന്റെ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഏതൊരു ആരാധനാലയമായി കഴിഞ്ഞാലും അത് ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യൻ്റെയോ ആരുടെ ആയിക്കൊള്ളട്ടെ, നമ്മളുടെയൊക്കെ നാട്ടിൽ എന്ന് പറയുന്നത് നമ്മളൊക്കെ എന്താണ്, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ജീവിച്ചു പോകുന്ന ആളുകളാണ്. കുറച്ച് സംഖ്യകളെയാണ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ ഇല്ലതുപോലെ പറയണല്ലേ നമ്മൾ. അപ്പൊ പിന്നെ പറയാതിരിക്കുന്നത് ശരിയല്ല. അപ്പൊ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും എന്താ പറയാ, നല്ല സന്തോഷത്തോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സ്നേഹിച്ചു പോകുന്ന ആളുകളാണ്. ആ ആളുകൾക്ക് ഇടയിലേക്ക് അവരുടെ വിശ്വാസത്തിൽ കടന്നു കയറി അവരുടെ വിശ്വാസം ഇല്ലാതാക്കുന്ന രീതിയിൽ
രീതിയിൽ അവരുടെ അമ്പല നടയിൽ പോയിട്ട് എന്താ പറയാ കേക്ക് മുറിക്കുന്നത്, അതിൽ ഈ പറയുന്ന മുട്ട എഗ്ഗ് അതിൽ ചേർക്കുന്നുണ്ട്. മുട്ട എന്ന് പറയുമ്പോൾ പല രീതിയിൽ നിങ്ങൾ വ്യാഖ്യാനിക്കും, അതുകൊണ്ടാണ് എഗ്ഗ് എന്ന് എടുത്ത് പറഞ്ഞു കേട്ടോ, ഞാൻ കൂടി പറയണല്ലോ. അപ്പൊ ഇതൊക്കെ ചേർത്തുകൊണ്ട് കഴിക്കുന്ന ആ ഒരു ഭക്ഷണം അവിടെ പോയി മുറിച്ച് അവിടെ അശുദ്ധിയാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചെയ്തത് തെറ്റാണ് എന്നാണ് നിന്നോട് പറയാനുള്ളത്. കാരണം നിനക്ക് ഒരു പ്രശ്നം വന്നപ്പോ ഈ ആ ഇന്റർവ്യൂവിൽ ന്യൂസ് 18 ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്നുണ്ട്. എന്താ മദ്രസയിൽ എന്താ പറയാ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, മഹലിൽ നിന്ന് പുറത്താക്കി, പിന്നെ ആ മതത്തിനും വിശ്വാസമുണ്ട്, എന്താ പറയാ കണ്ണനെയും വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിനെയും വിശ്വസിക്കുന്നുണ്ട്. പൊന്നാര ജസ്ന, ഏതെങ്കിലും ഒരു തോണിയിൽ കാലിടുക, 2 തോണിയിൽ കാലിട്ട് പോകുമ്പോ എന്താണെന്നറിയോ, ഒരു തോണി അപ്പുറത്തേക്കാണ് പോയി കഴിഞ്ഞാൽ ഇതേമാതിരി പൊളിയും. അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചൊറുക്കുണ്ടാവില്ല കാണാൻ. അതാണ് ഇപ്പൊ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. 2 തോണിയിൽ കാലിട്ട് പോയിരുന്ന ഇപ്പോ ആ തോണിയും പോയി, ആ കാലകന്നു, ഈ തോണിയില്ല. ഇപ്പൊ 2 തോണിയില്ലാതെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലെത്തി. അതിന് കാരണക്കാരാരാണെന്ന് അറിയോ? മാത്രാണ്. നേരെ മറിച്ച് എന്നെ പോലെ എത്രയോ ആളുകള് കണ്ണനെ വരക്കുന്ന ആളുകളുണ്ട്, യേശുവിനെ വരക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരെ ഒന്നും ആരും ആക്രമിക്കുന്നില്ലല്ലോ, ഇവർക്കെതിരെ ഒന്നും ആരും വീഡിയോ ചെയ്യുന്നില്ലല്ലോ. അതെന്താ ചെയ്യാത്തത്? അത് എന്താണെന്ന് അറിയോ? അവരൊക്കെ ആ കലയെ സ്നേഹിക്കുന്ന ആളുകളാണ്, ആ കലയിലൂടെ ജീവിച്ചു പോകുന്ന ആളുകളാണ്. നിന്നെ പോലെ മറ്റു മതസ്ഥരെ തരം താഴ്ത്തിക്കൊണ്ട്, മറ്റു മതസ്ഥരെ മോശമാക്കിക്കൊണ്ട് ഒരാളും ഇവിടെ ഒന്നും പറയാറില്ല. പക്ഷെ നീ ചെയ്യുന്നത് എന്താണ്? നീ ചെയ്യുന്നത് ഒരു കൂട്ടരെ മോശമാക്കിക്കൊണ്ട് മറ്റൊരു കൂട്ടരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ ഉഡായിപ്പുകള്. അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പതനം എന്ന് പറയുന്നത്. ഇനിയും നിനക്ക് സമയമുണ്ട്, തിരുത്താൻ ഒരുപാട് സമയമുണ്ട്. നീ കണ്ണനെ വരയ്ക്കുക അല്ലെങ്കിൽ കൃഷ്ണനെ വരയ്ക്കുക, ഏത് രീതിയിലും നിന്റെ കല നീ ഉപയോഗിക്കുക. പക്ഷെ അത് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട്, മറ്റുള്ളവരെ മോശമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് നിന്നെ അടിച്ചമർത്തപ്പെടുന്നത് എന്നുള്ളത് ഈ മനസ്സിലാക്കുക. കാരണം കണ്ണനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ നിന്റെ ചിത്രം വാങ്ങിക്കും, കാരണം അവർ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് നിന്റെ ചിത്രം വാങ്ങിക്കും. പക്ഷേ അത് മറ്റു മതസ്ഥരെ മോശമാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ട് അവരും അത് മേടിക്കാൻ എന്ത് ചെയ്യും? കുറച്ച് മടിക്കും എന്നാണുള്ളത് പറയാനുള്ളത്. എന്തായാലും എൻ്റെ കലകളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ആ ഒരു ഉപദേശം മാത്രമാണ് എന്നോട് തരാനുള്ളത്. അല്ലാതെ അതിൽ കൂടുതലായിട്ട് എനിക്ക് ഒരു ഉപദേശം തരാനില്ല. കാരണം ഇതിനു മുൻപ് ഞാൻ നിനക്ക് തന്ന ഉപദേശം നിന്റെ ജീവിതത്തിൽ അച്ചട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.